ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, അതാണ് വീഡിയോ ഒന്നും ഇടാത്തത്. സോ ഇന്ന് എനിക്ക് ലീവാണ്. ഇവിടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും പരിപാടികളും എല്ലാം ഇപ്പോൾ സ്റ്റാർട്ടായിരിക്കുവാണ്. സോ ഐ തോട്ട് ഓഫ് ഗോയിങ് ദെയർ. ഇവിടെ ഒത്തിരി മാർക്കറ്റ് ഉണ്ട്, ക്രിസ്മസ് മാർക്കറ്റ്സ്. സോ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ ടുഗദർ. ഗൈസ് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇറ്റ്സ് റിയലി റിയലി ബ്യൂട്ടിഫുൾ. എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. ഫുൾ മ്യൂസിക്കും എല്ലാം ആയിട്ട്. ഡിസംബറിലാണ് ക്രിസ്മസ് എങ്കിലും ഇവിടെ ഒരു നവംബറൊക്കെ ആകുമ്പോഴേ ഇവിടുത്തെ ഡെക്കറേഷൻസും പരിപാടികളും എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റ്, അല്ലെങ്കിൽ വൈനാക്സ് മാർക്കറ്റ് എന്ന് പറയും. ക്രിസ്മസിൻ്റെ ഇവരുടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഇതാണ്. ഇവരെപ്പോഴും ഇങ്ങനെ നവംബറൊക്കെ ആകുമ്പോഴേ ഇങ്ങനത്തെ മാർക്കറ്റ്സ് സെറ്റ് ചെയ്യും. ഒരു ചെറിയ സ്റ്റോൾസ് പോലെയാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഫുഡും ഡ്രിങ്ക്സും എല്ലാം കിട്ടും. ഫുഡെന്ന് പ്രത്യേകിച്ച് പറയാൻ നമ്മളെ നാട്ടിലെ പോലെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല. ഇത് മൊത്തം ബ്രെഡിൻ്റെ കുറേ ഐറ്റംസും പിന്നെ കുറേ സ്വീറ്റ്സും അങ്ങനത്തെയൊക്കെ ഐറ്റംസാണ്. പിന്നെ ഇതൊക്കെ കുഞ്ഞു പിള്ളേരുടെ റൈറ്റ്സാണ്. നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഇത് ചീസിൻ്റെ ഒരു സ്റ്റോള് കണ്ട് കുറേ വെറൈറ്റീസ് ഓഫ് ചീസ് ഉണ്ടായിരുന്നു. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. ഫുൾ ലൈറ്റിങ്ങും എല്ലാം ആയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. പക്ഷേ ക്ലൈമറ്റ് വന്നിട്ട് ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പെന്ന് പറഞ്ഞാൽ അതുപോലത്തെ തണുപ്പായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു കോമ്പറ്റീഷനാണ്, ജിഞ്ചർ ബ്രെഡ് കോമ്പറ്റീഷൻ. ഇതിൽ നിന്ന് ഒരു വിന്നറിനെ സെലക്ട് ചെയ്യും. പിന്നെ ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും അവരവരുടെ ഫാമിലീസും മക്കളും എല്ലാവരുമായിട്ട് ഒന്നിച്ച് വന്ന് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോഴും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്കാണെങ്കിൽ പോലും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു വൈബാണിവിടെ. അല്ലാതെ ആരും കൂട്ട് വേണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ടാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും പോയി എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ റൈഡൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് വിഷമിച്ചിരുന്നപ്പോഴത്തേക്കും എല്ലാവർക്കും വേണ്ടി ഒരു കുതിരയുടെ റൈഡുണ്ടായിരുന്നു. അതിൽ ഞാനൊന്ന് കയറി നോക്കി. പക്ഷേ ഭയങ്കര സ്ലോ ആയിരുന്നു, ഒട്ടും സ്പീഡില്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഒന്ന് കയറിയേക്കാമെന്നും പറഞ്ഞ് കയറിയതാണ്. പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ ജയൻറ്റ് വീൽ ഉണ്ടായിരുന്നു. അതിലും കയറാൻ ഓർത്തയാണ്. പക്ഷേ അതും കണ്ടീഷൻ സെയിം തന്നെ, ഭയങ്കര സ്ലോ ആയിരുന്നു. സോ അത് കയറണ്ടെന്ന് ഓർത്തു. പിന്നെ അത് മാത്രമല്ല ഭയങ്കര തണുപ്പ്, ഭയങ്കര സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ വന്നാൽ മതിയെന്നായി. സോ അത്രയേ ഉള്ളൂ ഗായ്സ്. ഇറ്റ്സ് എ സ്മോൾ വീഡിയോ. ഹോപ്പ് യു എൻജോയ്ഡ് ആൻഡ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.